പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കും. നീ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. ഇത് മതി, എനിക്ക് 2 വാചകം മതി. നിന്റെ വാൾ എപ്പോഴാ അത്? അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി മഹാപുരോഹിതന്റെ പരിചാരകൻ കൈ നീട്ടുമ്പോൾ ശിഷ്യൻ ക്ഷോഭിച്ചിട്ട് വാളെടുത്തിട്ട് വെട്ടുമ്പോൾ ഇവന്റെ കാതോടെ അറ്റുപോകുന്നുണ്ട്. ക്രിസ്തുവിനെ രക്ഷിക്കാൻ വേണ്ടി ശിഷ്യൻ വാളെടുത്ത് അപ്പോഴാ പറയുന്നത്, നിന്റെ വാൾ നീ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാനമാണ്. വാളെടുത്തവനൊക്കെ വാളുകൊണ്ട് നശിക്കും, ഒരു അംശം വേണ്ട. എനിക്ക് ഒറ്റ വാചകം മതി. അപ്പൊ ഇത് ബൈബിളിലുണ്ടോ? ഇത് മത്തായിലുണ്ട്, ലൂക്കയിൽ എല്ലായിടത്തും ഉണ്ടാവും. എനിക്ക് മത്തായിയുടെ സുവിശേഷം മതി. അത് മത്തായി ആരാണ്? സത്യം. ഇയാള് ഏത് കൊല്ലം ജനിച്ചത്? അയാള് ദൈവമാണോ? അല്ല, ഇതൊന്നും എന്റെ വിഷയമല്ല. എനിക്കത് കൺസേൺ ഇല്ല. ദൈവമാണ് അല്ല, ആ വാക്യമുണ്ടല്ലോ. ഇപ്പൊ വേറെ ഒരു വാക്യം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടെന്നേ. ക്രിസ്തു പറഞ്ഞ ഏതും എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ, എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് ചർച്ചാനിറ്റിയെ പറ്റിയല്ല, എനിക്ക് മനസ്സിലായി, ക്രിസ്ത്യാനിറ്റിയെ പറ്റിയാ. ഞാൻ ആ ക്രിസ്തുവിന്റെ പേരിൽ ഉണ്ടായി വന്ന ചർച്ചിനെ പറ്റിയോ സഭകളെ പറ്റിയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ക്രിസ്തു എന്നുള്ള ക്യാരക്ടറിനെ പറ്റിയാ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് നിങ്ങൾക്കേവർക്കും സുപരിചിതനായ മലയാള മണ്ണിൽ, ഭൂമി മലയാളത്തിൽ എല്ലാവർക്കും സുപരിചിതനായ ശ്രീ MN കാരശ്ശേരി മാസ്റ്ററുടെ ഒരു പ്രഭാഷണ ശകലമാണ് നാം ഇപ്പോൾ കേട്ടത്. എന്താ അദ്ദേഹം പറഞ്ഞത്? നമ്മൾ കേട്ടുവല്ലോ. അദ്ദേഹം പറഞ്ഞത്, യേശുക്രിസ്തു പറഞ്ഞതായ ആ വാക്കുകൾ എനിക്ക് ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞ ഓരോ വാക്യവും എനിക്ക് ആവശ്യമാണ്. ഈ ലോകത്തിന് അത് ആവശ്യമാണ്, അത് ചരിത്രത്തിൽ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആരോ എനിക്ക് അതിൽ നോക്കേണ്ട ആവശ്യമില്ല. യേശു എങ്ങനെ ജനിച്ചു, യേശു ദൈവപുത്രനാണോ, അതൊന്നും എനിക്ക് അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. പക്ഷേ യേശു പറഞ്ഞുണ്ടല്ലോ, മത്തായി സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ തന്നെ ഈ സുവിശേഷങ്ങളിലൊക്കെ പറഞ്ഞിട്ടതായ യേശുവിൻ്റെ ഈ വാക്യങ്ങൾ അത് എനിക്ക് ആവശ്യമാണ്, ഈ ലോകത്തിന് ആവശ്യമാണ്. എത്ര മനോഹരമായിട്ടാണ് മാഷ് ഈ കാര്യത്തെക്കുറിച്ച് ധരിച്ചു വച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്, ചിന്തിച്ചിട്ടുള്ളത്. നാം ഈ ബൈബിൾ വായിക്കുന്ന നാം രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് ഈ ഒരു നിരീശ്വരവാദിയായ, യുക്തിവാദിയായ കാരശ്ശേരി മാസ്റ്റർ പോലെ നമുക്ക് ഇങ്ങനെ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഈ വാക്യം ആവശ്യമാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞു? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയാൻ? പുറത്ത് ബൈബിൾ കൊണ്ട് നടക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ബൈബിളാണെന്ന് പറയാൻ പോലും ലജ്ജിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. ഇത് ബൈബിളാണെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നും. പള്ളിക്കകത്ത് നാം വളരെയധികം വലിയ പ്രസംഗം നടത്തും, വലിയ ക്രിസ്ത്യാനികളായിരിക്കും. നമ്മുടെ വീട്ടിൽ നാം ക്രിസ്ത്യാനികളായിരിക്കും, സഭയ്ക്ക് അകത്ത് നാം വലിയ ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കും, വിശ്വാസികളായിരിക്കും. പക്ഷേ അവിശ്വാസികളുടെ മുമ്പിൽ, ഒരു യുക്തിവാദിയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ ഇങ്ങനെ തുറന്ന് പറയുവാൻ കഴിയുമോ? നമുക്ക് ഓരോരുത്തർക്കും ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുമോ? അതിനുള്ള ധൈര്യമോ, അതിനുള്ള വിശ്വാസമോ, അതിനുള്ള തൻ്റെ ഇടമോ നമുക്കുണ്ടായിട്ടുണ്ടോ?
എന്നാൽ ഒരു യുക്തിവാദിയായ, നിരീശ്വരവാദിയായ, ഒരു വിമർശകനായ അദ്ദേഹം പറയുന്നു. ഒരു വലിയ സാഹിത്യകാരനാണ് അദ്ദേഹം. അനേകം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പറഞ്ഞെന്താണ് ഒടുവിൽ? ഞാൻ ആ ക്രിസ്തുവിൻ്റെ പേരിൽ ഇവിടെ നിലനിൽക്കുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അവരുടെ സഭകളെക്കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ സഭ എന്തോ ആവട്ടെ, എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ ഈ വാക്യങ്ങളാണ്. ഐ വാണ്ട് ഓൺലി ദീസ് വേഴ്സസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ നീഡ് ഇറ്റ്, ഐ വാണ്ട് ഇറ്റ്. അദ്ദേഹം എത്രമാത്രം ആ വാക്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരാരും സ്വർഗത്തിൽ പോകുകയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നാം ബൈബിൾ വായിച്ചുകൊണ്ട് കുറേ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കർത്താവിനെ ഏറ്റു പറയുവാൻ, കർത്താവിനെക്കുറിച്ച് ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സുവിശേഷിക്കാൻ കഴിയണം. എന്നെ നിങ്ങളെയും ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ സുഖമായി തിന്ന് കുടിച്ച് ഉറങ്ങി അതുപോലെ സന്തോഷിച്ച് മരിച്ചു പോകാൻ വേണ്ടി മാത്രമൊന്നുമല്ല, ഈ ലോകത്തിൽ നന്മ ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹം അതിൽ 2-3 വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞു. വാളെടുത്തവൻ വാളാൽ നശിക്കും. അതും അദ്ദേഹം പറഞ്ഞപ്പോഴാണ്. കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പടയാളികൾ പിടിച്ചിരിക്കുന്നു. കൈയോടെ പിടിച്ച സമയത്താണ് പത്രോസ് കാത് വെട്ടുന്നത്, അല്ലേ? അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ വാൾ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ. കണ്ടോ, തൻ്റെ ജീവൻ പിന്നെ പോലും അന്യൻ്റെ കയ്യിൽ ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും കർത്താവ് പറയുന്നത് എന്താ അവിടെ? വാളെടുത്തവൻ വാളാൽ. മറ്റൊന്നും കൂടി പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ക്രിസ്ത്യാനികളെ നാം ഓരോരുത്തരും നാം തമ്മിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? എൻ്റെ കുറ്റങ്ങളെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കുറ്റങ്ങളെയല്ലേ ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്? എൻ്റെ കണ്ണിലെ വലിയ കോൽ ഞാൻ കാണാതെ നിങ്ങളെ കണ്ണിലെ കരട് അന്വേഷിച്ച് നടക്കുന്നവനാണ് ഞാൻ. ഇതൊക്കെ ബൈബിൾ വാക്യങ്ങൾ തന്നെയാണല്ലോ. മറ്റൊന്നും കൂടി അദ്ദേഹം എടുത്ത് പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ, അതാണ്. വേറെ അതിന് യാതൊരു തരത്തിലുള്ള ഡെഫിനിഷനും ഇല്ല. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എത്ര മനോഹരമായി അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ അർത്ഥം എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് യേശുവിൻ്റെ ഈ വാക്യങ്ങൾ എനിക്ക് ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഈ വാക്യങ്ങൾ എനിക്ക് ആവശ്യമാണെന്നാണ് പറഞ്ഞത്. ഒരു യുക്തിവാദിയായ, നിരീശ്വരവാദിയായ അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെ പറയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവിനെ മറ്റുള്ളവർ മനസ്സിലാക്കിയതുപോലെ നാം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ആ സത്യം നാം മറന്നു പോകരുത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.